എടാ ജോസൂട്ടിയെ, എന്റെ പല്ലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. എന്റെ ഇളയപ്പ ഇന്ന് പല്ലെടുക്കാൻ വേണ്ടി എന്താ ഡോക്ടർ പറഞ്ഞു? നിങ്ങൾ ഒന്ന് അടങ്ങിയിരിക്കേ. എനിക്ക് സഹിക്കാൻ പറ്റാത്തോല്ല അത്. ഇത്ര ദിവസം സഹിച്ചില്ല, ഇനി ഒരു 5 മിനിറ്റോടെ സഹിക്കാൻ പാടില്ലേ? എന്റെ രമേ, ഇന്ന് വിവാഹ വാർഷികമാണെന്ന് എനിക്കറിയാലോ. പൂണ്ട സമയത്ത് ഞാനങ്ങ് വന്നാൽ പോരെ, നീ വിളിച്ച് ഓർമ്മിപ്പിക്കേണ്ട കാര്യമുണ്ടോ? 2000 രൂപയോ? രാവിലെ 2000 രൂപ ഞാൻ ഇവിടെ പോയി ഒപ്പിക്കാനാ. ഇപ്പൊ പഴയ പോലെ ആരും പല്ല് പറിക്കാൻ ക്ലിനിക്കിലേക്ക് വരുന്നില്ല. എല്ലാവരും യൂട്യൂബ് കണ്ട് തന്നെ പറിക്കുമെന്ന് എനിക്ക്. ഞാൻ ഒരു വർക്കിന് വന്നേക്കുവാ. ഇവിടെ നിന്ന് കിട്ടുന്ന പൈസ നിനക്ക് ഗൂഗിൾ പേ ചെയ്ത് തരാം. പിന്നെ അല്ലാതെ. ഹലോ, പല്ല് പറിക്കാൻ വേണ്ടി വന്ന ഡോക്ടറല്ലേ? അതെ, ഡോക്ടർ ജയദേവൻ. ഡോക്ടറെ, ഞാൻ ഈ വീട്ടിൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഈ പല്ലൊക്കെ എങ്ങനെ പറിക്കണത്? അതറിയാമല്ലേ? ഇല്ല. 4 തടിമാണം വരങ്ങിട്ട് വരും, പൊക്കിയെടുക്കും, തോളത്ത് വെച്ചിട്ട് ഇങ്ങനെ പോകും. നമ്മളിങ്ങനെ ഒച്ചാർച്ച് നിന്ന് കൊടുത്താൽ മതി, അവരങ്ങ് പൊക്കും. ഇത് എങ്ങനെയാണ് ഈ പറയണത്? പല്ലൊക്കെ എടുക്കണ എങ്ങനെയാന്നല്ലേ? പല്ലെടുക്കണം, ഞാൻ വായിലെ പല്ലെടുക്കണം എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. അത് ഞാൻ എടുക്കുമ്പോൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഒരു കാര്യം, എന്നായിരുന്നു? പല്ലെടുക്കുന്നതൊക്കെ കൊള്ളാം. എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ഫീസ് നേരെ ഗൂഗിൾ പേ ചെയ്ത് തന്നെ അഡ്വാൻസ് ആയിട്ട്. അതിന് ഒരു പ്രശ്നമില്ല, ഞാൻ എത്ര രൂപ ഞാൻ ഗൂഗിൾ പേ തന്നേക്കാം. പക്ഷെ ഒരു പല്ലെടുക്കുന്ന എത്ര രൂപ വേണം? 2000 രൂപ. 200-2000 അല്ല, പിന്നെ 200-2000 രൂപയിലേക്ക് അയക്കണം. അതെന്തിനാണ് 200 പൈസ അയക്കണം? നാളെ താനെങ്ങനെ അയച്ചിരുന്നത്? ഞാൻ നിന്നോണ്ടയക്കും. ഇത് ചേഞ്ചിന് വേണ്ടി 200 അയച്ചു. മറ്റേ ശരി വീഴുവെന്നറിയാൻ ആണല്ലേ? അതയക്കാം. QR കോഡ് ഞാൻ ചെയ്തോട്ടെ. അതേ പോയിട്ടുണ്ട്. ശരി വീണോ? ശരി വീണ്ടുണ്ട് കേട്ടോ. ഇവര് രമാന്ന് പറഞ്ഞ പെണ്ണിന്റെ അക്കൗണ്ടിലോട്ടോ. എന്റെ ഭാര്യയാണ്. ആണല്ലേ? ഞാൻ ഓടി നടന്ന് പണി ചെയ്യും, പൈസ മുഴുവൻ ഡീൽ ചെയ്യുന്ന അവളാണ്. അപ്പൊ നിങ്ങൾ വണ്ടിക്കാളാ? അല്ല, വണ്ടിയിലാണോ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കും. വണ്ടിയിലാണ്, ഞാൻ വണ്ടിയുടെ ആളാണ്. ആണല്ലേ? ആരെ പല്ല എടുക്കേണ്ടത്? ശരിക്കും പറഞ്ഞ ഇളയപ്പന്റെ പല്ല എടുക്കേണ്ടത്. അതിനെ കഴിച്ചോണ്ടിരുന്നപ്പോ കുടുങ്ങിപ്പോയതാണോ? അല്ല, ഇലയപ്പത്തിനകത്ത് നിന്ന് പല്ലെടുക്കണം. ഇലയപ്പത്തിനകത്തുന്നല്ല, ഇളയപ്പന്റെ പല്ലാണ് എടുക്കേണ്ടത്. ഇളയപ്പന്റെ. ഇളയപ്പൻ അത് ഞാൻ എടുത്തു തരാം. ഡോക്ടറെ, ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ. ഡോക്ടർ പല്ലെടുക്കുമ്പോ വേദന എടുക്കുവോ? ഇല്ല, ഞാൻ പല്ല് മാത്രമേ എടുക്കൂ. വേദന താൻ തന്നെ എടുക്കണം. വേദന ഞാൻ എടുക്കത്തില്ല. എനിക്കല്ലാതെ തന്നെ ഒരുപാട് വേദനയുള്ള ഒരു ഡോക്ടറാണ് ഞാൻ. കുറച്ചൊരു വേദന ഇവിടെ താങ്ങാനുള്ള ശേഷിയില്ല. ഞാൻ അബദ്ധത്തിൽ ചോദിച്ചു. ഈ ഇളയപ്പന്റെ പല്ലെടുത്തൊരു സമയം ഉണ്ടെങ്കിലേ എന്റെ ഒരു പല്ല് കേട്ടുണ്ട്, അതോടെ ഒന്ന് എടുത്തേക്കണം കേട്ടോ. ഞാൻ എടുത്തു തരാമല്ലോ. എന്റെ പല്ല് എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റും. നോക്കട്ടെ. വായിന്ന് തുറന്നേ. പോടാ. നീ പോടാ. പിന്നെ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നോട് പോടാന്നോ? പല്ല് മുഴുവൻ പോടാണെന്ന് എന്റെ പൊന്നെ. അതൊന്ന് നോക്കട്ടെ. എടോ, ഇത് പല്ലാണോ അത് പിള്ളേരെ കളർ പെൻസിൽ അടുക്കി വെച്ചേക്കുവാണ്? ഇതിലേത് പല്ല ഞാൻ എടുക്കേണ്ടത്? അങ്ങേറ്റത്തെ ഒരു മറുകുള്ള പല്ല് ഉണ്ടോ? മറുകുള്ള പല്ലോ? അല്ല, അങ്ങനെ പറയണ്ടല്ലോ എന്ന് ഓർത്തത്. പല്ല് 2 ഞാൻ എടുത്ത് കയ്യിലേക്ക് ഇട്ടു. അല്ല, 2 വേണ്ട, എനിക്ക് ഒറ്റ പല്ലെടുത്താൽ മതി. എന്റെ ഒരു പല്ലിനെ കേറുള്ളൂ. ഞാൻ ഒരു പല്ലാണ് പറിക്കുന്നത്. എന്റെ എടുപ്പ് മൂലം അടുത്ത് നിൽക്കുന്ന പല്ലും കൂടി ഇങ്ങിപ്പോ. അല്ല വേണ്ട, എനിക്ക് ഒരു പല്ല് കേറുള്ളൂ. ടെൻഷൻ പിടിക്കണമെന്ന് ഒരു പല്ലിന്റെ പൈസ തന്നാ മതി. മറ്റത് ക്രിസ്മസിന്റെ ഓഫർ ആയിട്ട്. ക്രിസ്മസ് ആയിട്ട് ഒരു ഓഫർ കിട്ടിയിട്ട് ഒരു സന്തോഷം ഇല്ലാത്തൊരു മനുഷ്യൻ. എന്നാലും എടുത്തോ, എടുക്കേണ്ട കേസാണ്. എടുത്തോ. ഇളയപ്പനെ തൊട്ട് തുടങ്ങാം. ഇളയപ്പനെ വിളി. ഇളയപ്പാ, ഇങ്ങോട്ട് വാന്ന്. ഡോക്ടർ വന്നേക്കണ്. ഡോക്ടർ വന്നിട്ടുണ്ട്. അതെ, സംസാരം ഇല്ല. പല്ലങ്ങ് എടുക്കുക. പല്ലെടുക്കാൻ വേണ്ടി ഞാൻ എന്തിനാ വാതുറക്കുന്നത്? പിന്നെ വായിക്കാത്ത അന്തരീക്ഷത്തിന് പല്ലെടുക്കാൻ ഞാൻ മജീഷ്യൻ മുതുകാടല്ല. ഇനി മാറിക്കേ. എന്നെ സംഭവം എന്നറിയോ? ഇളയപ്പന്റെ വായിലല്ല പല്ലുള്ളത്. പിന്നെ എവിടെയാ? വായിലല്ലേ? അത്ഭുത മനുഷ്യൻ. അല്ല, ഈ മൂക്കിയ പല്ല് വന്നെന്ന് പറഞ്ഞ ഈ പുള്ളിക്കാണ്. അല്ലെന്ന്, അതല്ലെന്ന്. ഡോക്ടർ സംഭവം എന്നറിയോ? ഇളയപ്പന്റെ പല്ലി കിണറ്റി വീണ് കിടക്കും, അതാണ് എടുക്കേണ്ടത്. എന്നെ വിളിച്ചു അത് വലക്കണ്ണ പണിക്കാരെ വിളിച്ചു വേണം എടുക്കാൻ. അതെന്താ സംഭവം എന്നറിയോ? ഈ ഇളയപ്പൻ എന്നറിയോ, ദന്ത ഡോക്ടർ കൊണ്ട് മാത്രമേ പല്ലെടുപ്പിക്കുള്ളൂ. പുള്ളിക്ക് അങ്ങനെ ഒരു പിടിവാശിയാണ്. പുള്ളിയെ പിടിവാശിക്ക് തുള്ളാനാണ് ഞാൻ ഇത് പാസ്സായി കോട്ട് വിട്ട് നടക്കുന്നത്. വേറെ ആളെ നോക്കണം. എനിക്ക് എന്റെ 2000 രൂപ ഗൂഗിൾ പേ തന്നിട്ട് വേണം പോകാനായിട്ട്. കാലത്തിന് രമക്കയച്ചു കൊടുത്ത് കടലിൽ പോയ പോലെ തിരിച്ചു കിട്ടും. നീ വന്നേച്ച് ഈ പല്ലെടുത്തതാണ്. നോമ്പ് വീട്ട് പോത്തിറച്ചി തിന്നാനുള്ളതാണോ? പോത്തിറച്ചി നോക്കട്ടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ എളപ്പ, ഈ പല്ലെങ്ങനെ കിണറ്റിനകത്ത് പോയത്? അതെ, എന്റെ പല്ല് വെച്ച ഡോക്ടർ പറഞ്ഞേ രാത്രി കിടക്കാൻ നേരത്ത് പല്ല് വെള്ളത്തിലിടണമെന്ന്. അതിന് കിണറ്റിനകത്ത് കൊണ്ടാണ് അല്ല, നന്നായിട്ട് കുതിർന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇട്ടതാ. എന്നാ പിന്നെ ഊരണ്ടാണെന്ന് വെച്ചന്റെ ചാടാൻ മേലായിരുന്നോ ചിരിച്ചണ്ട അതിനകത്ത്? ആരാടോ ഇയാൾ? ഇളയപ്പൻ. മൂത്തതാ. അല്ലെന്ന്, ഇളയപ്പനാന്ന്. അതല്ലെന്ന്, തലക്ക് നല്ല മൂത്തതാ. അത് കൊണ്ട് ഇതിനകത്ത് കൊണ്ട് ഇട്ടത്. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഈ പല്ല് തന്നെ വേണമെന്നുണ്ടോ? ക്ലിനിക്കിലേക്ക് വരാമെങ്കിൽ വേറെ നല്ലൊരു പല്ല് ഞാൻ സെറ്റ് ചെയ്തത്. അത് പറ്റത്തില്ല. ആ സംഭവം പറ്റത്തില്ല. ഇളയപ്പന്റെ കെന്റി പോയ പല്ലെന്ന് പറഞ്ഞുണ്ടല്ലോ, അത് സ്വർണ്ണപ്പല്ലാണ്. സ്വർണ്ണപ്പല്ലാണ് കെന്റി പോയത്. സ്വർണ്ണപ്പല്ലാണ്. അതെ, ഈ പല്ല് കിട്ടിയില്ലെങ്കിൽ ഈ പ്രാവശ്യം എനിക്ക് ക്രിസ്മസ് ഇല്ല. അതിന് ആ പല്ലേലാണോ നക്ഷത്രം തൂക്കുന്നത്? ആ
ആ പല്ലാണ് ഏറ്റവും കൂടുതൽ ഇറച്ചി. ബാക്കി പല്ലെല്ലാം വെജിറ്റേറിയൻ ആണോ? ഈ പല്ലുകൊണ്ട് ഞാൻ ഈ ഇറച്ചി കടിച്ച് ഗ്രൗണ്ടിലേക്ക് ഇടും. ബാക്കി പല്ലെല്ലാം കൂടെ കളിച്ചാൽ അത് ഗോളടിക്കും. ഇത് വായാണോ ടർഫാണോ? അത് ആദ്യം എന്റെ പൊന്നു ഡോക്ടറെ, ഇതുപോലെ ഇറച്ചി തിന്നൊരു കാരണവര് ഈ പഞ്ചായത്തിലില്ല. എന്റെ കാരണവരെ ഈ പ്രായത്തിൽ നിന്ന് ഇതുപോലെ ഇറച്ചി തിന്നരുത്. അത് നിങ്ങൾക്ക് അറിയാൻ പാടില്ല വെച്ചാ, എല്ല് മുറിയെ പണിയെടുത്താൽ പല്ല് മുറിയെ തിന്നാവുന്നതാണ് പഴഞ്ചൊല്ല്. നിങ്ങൾക്കറിയോ ഇറച്ചിക്കൂടെ പറ്റി തീർത്ത് ഞാൻ മടുത്തു. നിങ്ങൾ അതും ഇതും പറഞ്ഞു കേൾക്കാതെ എന്റെ പല്ലെടുത്തതായി എനിക്ക് ക്രിസ്മസിന് നോമ്പ് വീടിയിട്ട് ഇറച്ചി തിന്നാനുള്ള പോത്തിറച്ചി. ഞാനൊന്ന് നോക്കട്ടെ. നോക്ക്. സംഭവം എടുക്കണം. ലാഡർ കിട്ടിയ ഇപ്പൊ എടുക്കാൻ ആ ഓർഡർ തന്നിരിക്കുന്നു. കെട്ടിലോട്ട് ചാടി. ഓർഡർ അല്ല, ലാഡർ ഏണി കിട്ടിയ എടുക്കാൻ. നിങ്ങളെല്ലാം ഏനേലും കയറി പിടിക്കില്ലേ? നിങ്ങൾ ഈ കയറെ തൂങ്ങി ഇറങ്ങി, ഞാൻ പിടിച്ചോളാം. എത്ര റിംഗ് ഉണ്ട് അത് പറയാവോ? 2 റിങ്. 2 റിങ്ങോ? 2 റിംഗ് ആണെങ്കിൽ ഇറങ്ങിയെടുക്കാൻ എളുപ്പമുണ്ട്. പക്ഷെ 2 പണയം വെച്ചേക്കോട്ടോ. പണയം വെച്ചേക്കണം. കിണറിൽ എത്ര റിംഗ് ഉണ്ട് അറിഞ്ഞാണോട്ടോ? കിണറിന്റെ റിങ് ഞാൻ വെഡിങ് റിങ് മറ്റേ അമ്മായിമ്മ തന്ന റിങ്ങിന്റെ കാര്യമാണ്. കിണറിന് 18 റിങ് ഉണ്ട്. ചുമ്മാ കിട്ടിയെന്ന് മതി താത്തി വെച്ച ഒരു 3 റിംഗ് മതിയായിരുന്നു. അപ്പൊ കയറാനും ഇറങ്ങാനും എളുപ്പമുണ്ട്. അതെ, പാഞ്ച് വിട്ടണ്ട് ഇറക്കാൻ പാടില്ല. ഒരു തോർത്ത് കിട്ടിയിരുന്നില്ല. അയ്യോ, ഇത്രയും ടൈമിങ്ങിന് തോർത്ത് തന്നെ ഇളയപ്പനുണ്ട്. ഇളയപ്പോ, ഓ ഇളയപ്പ ഞാൻ വന്നേളേപ്പാ. എന്നാപ്പാ നമ്മൾ ഈ കിണറ്റിൽ വളർത്താൻ വേണ്ടിട്ട് മുഴിയൊക്കെ ഉണ്ടല്ലോ, വലുതായി കേട്ടോ. വേണ്ട, വളർത്താനിട്ട മുഷി വലുതായില്ലേ പാൻ്റെ. നിങ്ങൾ എത്രയും പെട്ടെന്ന് സംഭവം ഒന്ന് ഇറങ്ങിക്കേ. ഒന്ന് സഹകരിക്കും. സഹകരിക്കാം. പോത്തിറച്ചി തിന്നണ്ടോ? പോത്തിറച്ചിയുടെ കേസ് ആണ്ട ഫോൺ കൂട്ടിനകത്ത് മൈ വൈഫ് വിളിക്കണു. മൈ വൈഫോ? എടാ മൈ വൈഫ് അത് എന്റെ ഫോണിൽ നിന്റെ വൈഫ് എങ്ങനെ വിളിക്കുന്നത്? നിങ്ങളുടെ വൈഫാണ് വിളിക്കുന്നത്. മൈ വൈഫ്. എടുക്കടാ സ്പീക്കർ ഫോൺ എടുത്തേ. സ്പീക്കർ ഫോൺ കിട്ടോ? ഹലോ ഹലോ ചേട്ടാ, ആ ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഇന്ന് എന്താ ഊണ് കഴിക്കാൻ വരാഞ്ഞേ? ഞാൻ ഉച്ചയാകുമ്പോ അങ്ങ് എത്താം. അല്ല നിങ്ങൾ അവിടെ എന്തോ എടുത്തോണ്ട് നിക്കുവാ? ഞാൻ അരഞ്ഞാണത്തെ പിടിച്ച് നിൽക്കുക. സത്യം പറ മനുഷ്യ, ആരുടെ അരഞ്ഞാണത്തിലാ നിങ്ങൾ പിടിച്ചേക്കുന്നേ? ആരുടെ അരഞ്ഞാണോ? അല്ല, മഞ്ജുവിന്റെ അരഞ്ഞാണത്തിലാണോ? മഞ്ജുന്റെ അരഞ്ഞാണോ അല്ലെന്ന്? സിന്ധുവിന്റെ അരഞ്ഞാണത്തിലാണോ? അയ്യോ ഇല്ല. അപ്പൊ അവക്ക് അരഞ്ഞാണോ ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയാല്ലയോ? ശരി, ഞാൻ പല്ലെടുക്കാൻ വേണ്ടി അരഞ്ഞാണത്തെ പിടിച്ച് നിൽക്കുവാന്നാ പറഞ്ഞു. വായിലെ പല്ലെടുക്കാൻ തലയെ പിടിച്ചാ പോരെ മനുഷ്യ, നിങ്ങൾ എന്തിനാ അരഞ്ഞാണത്തെ കയറി പിടിച്ചേക്കുന്നേ? നീ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ സംസാരിക്കരുത് കേട്ടോ. എനിക്ക് സിറ്റുവേഷൻ എല്ലാം മനസ്സിലാവുന്നുണ്ട്. ചെറുക്കൻ, നീ ഈ തലയും വാലും ഇല്ലാതെ വർത്താനം പറഞ്ഞിട്ട് അവക്ക് മനസ്സിലാകാത്ത ഞാൻ പറയാം. എടി കൊച്ചേ, എന്നാന്ന്? ആ അതെ, അവൻ പിടി വിട്ട് നിൽക്കുക. എന്റെ ചേട്ടൻ പിടിവിട്ടു പോയേ. അയ്യോ, തരിച്ചേരി വരുന്നുണ്ട് കേട്ടോ. ആ കൊച്ചെ, ചെറിയൊരു തിരുത്തുണ്ട്. അവൻ പിടിവിട്ടല്ല, തരിപ്പ് കയറി നിൽക്കും. എന്നതൊക്കെ ഫോൺ ഇവിടെ മാറ്റി വെച്ച് എന്നൊക്കെ വിളിച്ചു പറഞ്ഞത്. പോട്ടെ, താഴത്തേക്ക് പോട്ടെ. പിന്നെ ആ ഇറങ്ങി പോണ വഴിക്ക് ആ കിണറിന്റെ സൈഡിലെ പുല്ലും വെള്ളയൊക്കെ ഒന്ന് പറഞ്ഞു കേട്ടോ. എടാ, ഞാൻ പല്ല് പറിക്കാൻ വന്നാടാ. പുല്ല് പറിക്കാൻ വന്നില്ല. പല്ലും പുല്ലും തമ്മിൽ ഒരു കുനിപ്പിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. കുനിപ്പിന്റെ വ്യത്യാസം ഞാൻ കയറി വരുമ്പോ കാണിച്ചു തരാം. അയച്ചുപോട്ടെ. ഡോക്ടറെ, ഡോക്ടർ ഇങ്ങനെ പൊത്തടിക്കോ? പൊത്തടയ്ക്കും അടയ്ക്കുന്നതിനേക്കാൾ നല്ലത് റൂട്ട് കനാൽ ചെയ്യുന്നതാടാ. റൂട്ട് കനാൽ ചെയ്യുന്നതാണ്. ഏത് കിണറിനകത്തുള്ള പൊത്തോ? ആ സൈഡിൽ കാണാൻ കിണറിലെ പൊത്തടയ്ക്കുവോന്ന്. അയ്യോ, ഇതെല്ലാം വലിയ പൊത്താടാ. കൈയിട്ട് എത്തുന്നില്ല. അതിലേക്ക് കൈയിടില്ല, അതിനകത്തൊരു മൂർഖം പാമ്പുണ്ട്. എങ്ങനെയുണ്ട് ഞാൻ കൊണ്ടുവന്ന സാധനം? കിടക്കുന്ന സൂത്രല്ലേ? ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ പല സാധനങ്ങളും ഞാൻ കൊണ്ടുപോയി. ഇതെല്ലാം നോക്കിക്കൊണ്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നു. നിങ്ങൾ ഒരുമാതിരി പരിപാടിയാണെങ്കിലും കേട്ടോ. ഇതിനകത്ത് പാമ്പുള്ള കാര്യം ഒന്ന് പറയണ്ടോ? എനിക്ക് പാമ്പെന്ന് കേട്ടാലേ പേടിയാ. അപ്പൊ പാമ്പിനെ കണ്ടാലോ? കണ്ടാൽ ഞാൻ പിടഞ്ഞു വീഴും. നിന്റെ തോളത്ത് പാമ്പിരിക്കുന്ന കേസ് ഒരു കാരണവശാലും പിന്നെ അറിയിക്കരുത് കേട്ടാ. നമ്മൾ എന്നാ ചെയ്യും? ഇവിടെ ബോഡി വീഴും. എന്നാ കുശുകുശുക്കുന്നത്? ഇതിനകത്ത് നിന്ന് പല്ലെടുത്ത് ഇറച്ചി തിന്നണ്ടേ? കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് അടുത്തോട്ട് വരാത്ത. അവിടെ എന്ന് പറഞ്ഞാൽ മതി. എന്താണോ ഡോക്ടറെ, ഞാനൊരു ചെറിയൊരു കാര്യം ചോദിച്ചോട്ടെ? എന്റെ ഒരു സംശയമാണ്, വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. പെട്ടെന്ന് നമ്മുടെ ഷോൾഡറിലോ കഴുത്തേലോ വല്ലോ പാമ്പ് വന്നു. അങ്ങനെയല്ല, എന്റെ ഇങ്ങനെയാണ് ഒന്നും പേടിക്കാൻ. എന്റെ കഴുത്തെ പെട്ടെന്ന് ഒരു പാമ്പ് വല്ലതും കയറി വന്നാ നമ്മൾ തന്മയത്തമായിട്ട് എന്ത് ചെയ്യണം? ധൈര്യം കൈവിടരുത്. അങ്ങോട്ട് വെച്ച് പാമ്പ് കഴുത്തേൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ധൈര്യം കൈവിടരുതും. കൈ പുറകിലേക്ക് ഇടുക. ഇത് പാമ്പിന്റെ പത്തിക്ക് പിടിക്കുക. വലിച്ചൂരി കണ്ടോ? ആരെങ്കിലും ഒന്ന് കൈമാറി പിടിക്കാൻ ദീപശിഖല്ലേ എവിടെയെങ്കിലും കൊണ്ട് കളയണം.
ഓടിപ്പോ പല്ലെടുക്കണ്ട പോ ഇങ്ങോട്ട് പോ ഒന്ന് പിടിച്ചോ ചുമ്മാ ഇങ്ങനെ പിടിച്ചോ നല്ല രസമുണ്ട് അയ്യോ ഈ പാമ്പിന്റെ പ്രകാരം നടക്കാതെ ഇങ്ങോട്ട് വന്നിട്ട് എന്റെ പല്ലെടുത്തതാ. പല്ലെടുക്കാൻ നോക്ക് എനിക്ക് ക്രിസ്മസ് വീടിക്കടി മൊത്തത്തിനും പോത്തിറച്ചി തിന്നാനുള്ളതെന്ന് ഞാൻ പറഞ്ഞു. ഇറങ്ങിക്കേ, പൊത്തറച്ചു ഇറങ്ങടാ, ഇറങ്ങിക്കേ. 2000 രൂപ മേടിച്ചു പോയി 2000 രൂപ മേടിച്ചിട്ട് അവൻ കളിക്കുന്നു. ഇറങ്ങ, പെട്ടെന്ന് ഇറങ്ങ. ഈ ചെറുക്കം വൈകൽ ആകാണല്ലോ. ഇറങ്ങടാ അങ്ങോട്ട്. ഇവിടെ കയറിട്ടോ ഇളയപ്പാ കയറാൻ മറ്റേ അതിന് മുമ്പ് ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ എന്നാ? നമ്മുടെ വീട്ടിലെ കിണ്ടി ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഈ കിണ്ടി എങ്ങനെയാണ് വന്നത് എടാ രാധയുടെ കിണ്ടിയാടാ, രാധയുടെ കിണ്ടി. രാധയുടെ കിണ്ടി എങ്ങനെയാണ് ഇവിടെ ഈ കിണ്ടി വന്നത് അത് പറ അതെല്ലാത്തറിയാടാ, പിന്നെ എന്റെ പുറത്തൊരു കൊതുക് ഇരുന്നെ. അത് രാധ അടുക്കള ഭാഗത്ത് നിന്ന് കണ്ട്. അപ്പൊ അവൾ ഇത് കൊതുകിനെ കൊല്ലാൻ വേണ്ടി ഏറെറിഞ്ഞതാ. അതപ്പോ എന്റെ പുറത്ത് വന്ന് കൊണ്ടിട്ട് ഈ കിണറ്റിലേക്ക് വീടാ. ഉഗ്രം ത്രെഡാട്ടോ ഒരു സിനിമയാ എന്തോ നിന്റെ ഇളയപ്പന്റെ പുറത്ത് ഒരു കൊതുക് അല്ലടാ, ഒരുപാട് കൊതുക് കുത്തിയിട്ടുണ്ട്. അതിന് മാത്രം കിണ്ടിയും മൊന്തം ചെലവരി കിണറ്റിനകത്ത് കിടക്കും. നിങ്ങളോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെണ്ണുങ്ങളെ പറയാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പെണ്ണുങ്ങളെ പറയാൻ നേരത്താണോ അവള് കൊതുകിനെ എറിഞ്ഞു കൊന്നതല്ലേ? ഒരു കാര്യം ഞാൻ കുറെ നാളായി ഇതിനെക്കൂട്ട് പരിപാടി കാണിക്കുന്നു. എനിക്ക് പറ്റുന്നില്ല, മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. ആവശ്യമില്ലാത്ത വർത്താനം പറയരുത് എന്നോട് കേട്ടോ. അതിന്റെ അടാപ്പിന് അധികം അപ്പുറാകാൻ നോക്കരുത്. നിങ്ങളുടെ ഈ ഒരു കിണ്ടി അതാണ് വലിയ സംഭവമായിട്ടാണ്. മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ട്. പല്ലി ഇളയപ്പന്റെ പല്ല് കിട്ടി. കിട്ടോ? അത് ഇളയപ്പന്റെ പല്ലല്ല. പിന്നെ ആരാണ് ഇപ്പൊ കിണ്ടി തള്ളിക്കണത്തിലേക്ക് ഇട്ടത്? ഞാനാ ഇട്ടത്. നീ ഇട്ട കിണ്ടി വന്ന് വീണ് പറഞ്ഞു പോയ എന്റെ പല്ലാണ്. മൈ വൈഫ് പിന്നെയും വിളിക്കുന്നു. ഹലോ മനുഷ്യ, ഇപ്പോഴും നിങ്ങൾ അരഞ്ഞാണത്തെ പിടിച്ചോണ്ട് നിൽക്കുവാന്നോ? രമേ, ഞാൻ അരഞ്ഞാണത്തിന് വിട്ടിപ്പോ റിങ്ങ പിടിച്ചേക്കോ. ഓ, അപ്പൊ ഏരിയ മാറിയെന്നേ ഉള്ളൂ, നിങ്ങളുടെ പിടുത്തം വിട്ടിട്ടില്ലല്ലേ? രണ്ടുപേരും കൂടി ഒരു ഉപകാരം ചെയ്യാവോ? എന്നായിരുന്നു? എന്നെ ഈ കിണറിനകത്തിട്ടങ്ങ് മൂടാവോ? അതിനകത്തിനാ വീട്ടിൽ ചെന്നാ അവള് കൊല്ലും. അപ്പൊ എന്റെ ക്രിസ്മസിന്റെ പോത്തിറച്ചി. പോത്തിറച്ചി എവിടാ? ഹാപ്പി ക്രിസ്മസ്. dum 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 da 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 dum dum da 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 dum 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 da da da